എന്തായാലും സെൻട്രൽ പോലീസ് കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ പറയുന്നത് പുത്തൂർമല എയർ ക്യാമ്പിലാണ് ബോച്ചെ ഉള്ളത്. രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ SIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം കൊച്ചിയിലേക്ക് യാത്ര തിരിക്കും. അങ്ങനെയെങ്കിൽ വൈകിട്ടോടുകൂടി ഞാൻ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള നീക്കമായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതിനുശേഷമായിരിക്കും ഒരു വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യുക. എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തിയത്, എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നുള്ള ചോദ്യം ചെയ്യലാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം, സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ ബോച്ചയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം വളരെ വേഗത്തിൽ തന്നെ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 5 മണിയോടുകൂടി ഒരു പരാതി ലഭിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും, ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിയാലോചനകൾ നടത്തും. അതെല്ലാം തന്നെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് 2 മണിക്കൂറിനുള്ളിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു. അത് ഗുരുതരമായ വകുപ്പ് തന്നെയാണ്. അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെയാണ് കേസെടുക്കുകയും ചെയ്തിരുന്നത്. BNS 75 നമ്മൾ മനസ്സിലാക്കുന്നത് BNS 75 വകുപ്പ് ചുമത്തിയാൽ അത് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല, മജിസ്ട്രേറ്റിന് മുന്നിൽ പോകേണ്ടി വരും. അതിനുശേഷം മജിസ്ട്രേറ്റ് ആയിരിക്കും ആ ജാമ്യമാണ് റിമാൻഡ് ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ തീരുമാനമെടുക്കുക. എന്തായാലും അത്തരത്തിൽ FIR ഇട്ടതിന് പിന്നാലെ തന്നെ വേഗത്തിൽ ഇവിടെ നിന്നൊരു സംഘം വയനാട്ടിലേക്ക് പോകുന്നു. ബോച്ചെ എവിടെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ട്രേസ് ചെയ്ത് അവിടെ എത്തുന്നു. അവിടെ എത്തിയിട്ട് ബോച്ചയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ പ്രാഥമിക ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ പൂർത്തിയായിക്കൊണ്ട് കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യും. ഇവിടെ എത്തിച്ചായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയും ചെയ്യും. ഒപ്പം തന്നെയാണ് ഹണി റോസിന്റെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തുമെന്നുള്ള പ്രധാന വിവരം കൂടി ലഭിക്കുന്നത്. ഇന്നലെ ഇമെയിൽ വഴിയാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നത്. എന്തായാലും സെൻട്രൽ CA ഇപ്പം സാർ ബോച്ചെ ഇപ്പോൾ കസ്റ്റഡിയിലാണോ? കസ്റ്റഡിയിലുണ്ടോ സാർ? എവിടെ നിന്നാണ്? സെൻട്രൽ CAയുടെ പ്രതികരണമാണ് നമ്മൾ ആരാൻ ശ്രമിച്ചത്. എന്നാൽ അദ്ദേഹം പ്രതികരിച്ചില്ല. ചോദ്യങ്ങൾ എവിടെ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്, അദ്ദേഹം കസ്റ്റഡിയിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ അദ്ദേഹം പ്രതികരിച്ചില്ല. എന്തായാലും സെൻട്രൽ CA ഇവിടെ തന്നെയാണുള്ളത്. ACP ജയകുമാറും ഇവിടെ തന്നെയാണ് ഉള്ളത്. സെൻട്രൽ SIയുടെ നേതൃത്വമുള്ള സംഘമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇതിൽ പ്രധാനം സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് വേഗത്തിൽ തന്നെ കടക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് FIR രജിസ്റ്റർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബോച്ചയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അത് ബോച്ചെ എവിടെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ട്രേസ് ചെയ്ത് അവിടെ എത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. നിലവിൽ നടക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലാണ്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസായതിനാൽ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ബോച്ചയെ ഹാജരാക്കുക. ഇതിൽ പ്രധാനം വലിയ രീതിയിലുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹണി റോസ് തന്നെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയൊക്കെ വ്യക്തമാക്കിയിരുന്നത് താൻ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. ഇത്തരത്തിൽ അശ്ലീല കമന്റുകൾ ഇടുന്ന, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, സമൂഹ മാധ്യമങ്ങളുടെ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ താൻ ഒരു തുറന്ന പോരിന് ഇറങ്ങുകയാണ്, യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അത്തരക്കാർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അവർ ഫേസ്ബുക്കിൽ, അതായത് ആദ്യ അറസ്റ്റിന് പിന്നാലെ, അശ്ലീല കമന്റിലെ ആദ്യ അറസ്റ്റിന് പിന്നാലെ അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്ന പോസ്റ്റ്. അതിന് പിന്നാലെയാണ് പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി സെൻട്രൽ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഹണി റോസ് ഏറ്റവും ഒടുവിലായിട്ട് പ്രതികരിച്ചത് അതിൽ ഇനിയൊരു വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, അധിക്ഷേപങ്ങൾ നടത്തുന്ന ഒരുപാട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിടുന്ന, സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപം നേരിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് കൂടി ഒരു മാതൃക ആകുന്ന വിധത്തിൽ തന്നെ താൻ പരാതിയുമായി മുന്നോട്ട് പോകുന്നു. അതിന്റെ മാതൃകാപരമായിട്ട്, അപ്പോൾ അത്തരത്തിലൊരു പരാതി വരുമ്പോൾ തന്നെ മാതൃകാപരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ കൊച്ചി സിറ്റി പോലീസും തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് വളരെ വേഗത്തിലുള്ള നടപടികൾ കൂടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.